بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ونشهد أن لا إله إلا الله ونشهد أن سيدنا محمد رسول الله اللهم صل وسلم وبارك على حبيبك الأعظم وعلى آله وأصحاب حبيبك الأعظم بعدد كل معلوم لك أما بعد ബഹുമാന്യരായ മുഹിബ്ബീങ്ങളെ قال الأئمة لا يتمثل في يقظة ولا نوم في صور الملائكة والأنبياء الشيطان الغيان وكذا صور الكمل الأولياء فإنهم ورثة حقائقهم بإتقان فكلهم مظهر اسم الهادي والشيطان مظهر اسم المضل وهما ضدان والضدان لا يجتمعان قال الأئمة ഇമാമിങ്ങൾ പറയുന്നു. ആരാണ് ഈ ഇമാമിങ്ങൾ? പലരുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രണ്ട് ആളുകളെ പറയാം. ഇമാം ഇബ്നുൽ മലിക് റഹിമഹുല്ല അവരുടെ ഷർഹുൽ മസാബീഹ് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ പറഞ്ഞു. അതുപോലെ ഇമാം മുളഫറുദ്ദീൻ സൈദാനി അവരുടെ അൽ മഫാത്തീഹ് ഫി ഷർഹിൽ മസാബീഹ് എന്ന് പറഞ്ഞ കിതാബിൽ പറഞ്ഞു. അതുപോലെ ബുഖാരിയുടെ വ്യാഖ്യാനമേതിയ ഇമാം കിർമാനി, അതുപോലെ ഇസ്മായിൽ ഹിക്കി അൽ ബറൂസവി അവരുടെ റൂഹുൽ ബയാൻ എന്ന് പറഞ്ഞ തഫ്സീറിൽ പറഞ്ഞു. അതാണ് ഖാലൽ അഇമ്മത്തു, ഇമാമിങ്ങൾ പറയുന്നു, ലാ യതമസ്സലു ഫീ യഖളത്തിൻ വലാ നൗമിൻ, ഉണർവിലോ ഉറക്കത്തിലോ രൂപപ്പെടുകയില്ല, ഫീ സുവരിൽ മലായിക്കത്തി, മലക്കുകളുടെ രൂപേണ, വൽ അംബിയായി, പ്രവാചകന്മാരുടെ രൂപേണയും, അശ്ശൈത്വാനുൽ ഗയ്യാൻ, വഴിതെറ്റിപ്പോയ, വല്ലാതെ വഴിതെറ്റിപ്പോയ പിശാചി ഉറക്കത്തിലും ഉണർവിലും മലക്കുകളുടെയും അമ്പിയാക്കളുടെയും രൂപത്തിൽ വരികയില്ല. പറയട്ടെ, വഖദാ സുവറു കുമ്മലിൽ ഔലിയായി, പൂർണ്ണരായ സമ്പൂർണരായ ഔലിയാന്റെ രൂപത്തിലും പിശാച് പ്രത്യക്ഷപ്പെടുകയില്ല, ഉറക്കത്തിലും വരില്ല, ഉണർവിലും വരില്ല. അവിടൊക്കെ വിശദീകരണം കേൾക്കണം. എന്താ ഞാൻ പറയുന്നത്, എന്താണ് ഇതിൽ പറയുന്നത്, എന്താ ഇമാമിങ്ങൾ പറഞ്ഞത്, ഞാൻ വിശദീകരിക്കാം. പൂർണ്ണരായ ഔലിയ എന്ന് പറഞ്ഞാൽ ഇമാം ഇസ്മായിൽ ഹിക്കി അൽ ബുറൂസവി അവരുടെ റൂഹുൽ ബയാന്റെ മറ്റൊരു ഭാഗത്ത് പറഞ്ഞു, പൂർണ്ണരായ ഔലിയ എന്ന് പറഞ്ഞാൽ കുതുബുൽ ആലം, കുതുബുസ്സമാൻ എന്നൊക്കെ സ്ഥാനം എത്തിച്ച, കുതുബിയ്യത്തിന്റെ സ്ഥാനത്ത് എത്തിയ മഹാന്മാര്, അവര് പൂർണ്ണരാണ് എന്നതിൽ തർക്കമില്ല. നമുക്ക് ചില ഔലിയക്കന്മാരെ പേരും ഒക്കെ കേട്ടാൽ തോന്നുന്നു ഒരു കാമിലേക്കാണ്, പൂർണ്ണരാണ്. അതല്ല പൂർണ്ണര് എന്ന് പറഞ്ഞാൽ. പൂർണ്ണര് എന്ന് പറയുന്നത് അവരുടെ ഫീൽഡിൽ പൂർണ്ണമായിരിക്കണം. നമ്മുടെ തോന്നലിൽ പൂർണ്ണമായാൽ പോരാ, നമുക്ക് പൂർണ്ണമായി തോന്നുക എന്നല്ല, അവരുടെ ഫീൽഡിൽ പൂർണ്ണമായിരിക്കണം. ആരിഫീങ്ങളുടെ ഫീൽഡിൽ പൂർണ്ണമായിരിക്കും. അത് കുത്തുബ് എന്ന സ്ഥാനത്തെത്തിയവര് ആ ഫീൽഡിൽ പൂർണ്ണമായി വരാം. വിലായത്തിന്റെ ഫീൽഡിൽ പൂർണ്ണമാകണമെങ്കിൽ പൂർണ്ണത്തിന്റെ തുടക്കം ഇത്രേ പറയാൻ പറ്റുള്ളൂ, പൂർണ്ണാകലില്ല, സമ്പൂർണ്ണാകലില്ല. പൂർണ്ണതയുടെ തുടക്കം കുത്തുബ് എന്ന് പറയുന്ന സ്ഥാനത്തെത്തുമ്പോഴാണ്. അപ്പോൾ അങ്ങനെയുള്ള മഹാന്മാരുടെ രൂപത്തിൽ ഉറക്കത്തിലും ഉണർവിലും പിശാച് വരൂല. കുത്തുബ് എന്ന സ്ഥാനത്തൊക്കെ എത്തുന്നതിന് മുൻപ് വലിയും കറാമത്തും ഒക്കെ കാട്ടിയ ആളുകൾ ചിലപ്പോൾ അള്ളാഹു തആല ക്യാൻസൽ ചെയ്ത് വഴിതെറ്റി പോകും. വഴിതെറ്റിപ്പോവുക എന്ന് പറഞ്ഞാൽ കാഫിറായി വരെ ചത്തുപോയ സംഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് പൂർണ്ണരായിരിക്കണമെന്ന് പറയുന്നത്. അവരുടെ രൂപത്തിൽ പിശാച് വരൂല. അല്ലാത്തവരുടെ രൂപത്തിൽ, ചെറിയ ഔലിയാക്കന്മാരുടെ രൂപത്തിൽ പിശാച് വരാൻ സാധ്യതയുണ്ട്. കാരണം ആ വലിയ ചിലപ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ ക്യാൻസൽ ചെയ്യപ്പെടേണ്ട ആളാണെങ്കിൽ ആ വലിയൻ്റെ രൂപത്തിൽ പിശാച് വരും. അദ്ദേഹത്തെ ക്യാൻസൽ ചെയ്തത് പൊതുജനങ്ങൾ അറിയൂല. അപ്പോൾ ആ വലിയൻ്റെ രൂപത്തിൽ പിശാച് വരും. അതുകൊണ്ട് കാമിലായ ഔലിയാക്കന്മാരുടെ രൂപത്തിൽ പിശാച് വരൂല. ഫൈന്നഹും വറസത്തു ഹഖായിഖിഹിം ബിഇത്ഖാൻ, കാരണം ഔലിയാക്കൾ അമ്പിയാക്കന്മാരുടെ യാഥാർത്ഥ്യങ്ങളെ അവർ അനന്തരമായി ലഭിക്കുന്നവരാണ്, സ്വീകരിക്കുന്നവരാണ്.
അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികൾ യഥാർത്ഥത്തിൽ അത് ഔലിയ ആണ്. അമ്പിയാക്കന്മാരുടെ റൂട്ട് മനസ്സിലാക്കി അതിലൂടെ പോയി അമ്പിയാക്കന്മാർക്ക് ലഭിച്ച ഔലിയാക്കന്മാർക്ക് പറ്റാവുന്ന ഡോസ് കൈവരിക്കുന്നവരാണ് ഔലിയ. അതുകൊണ്ട് അവരാണ് വറസത്തുൽ അംബിയ. ഫകുല്ലുഹും ഔലിയ എല്ലാവരും അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും മലക്കുകളും മദ്ഹറുസ്മിൽ ഹാദി അൽ ഹാദി എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഇസ്മ, ആ നാമത്തിൻ്റെ തജല്ലികളാണ്. ആ നാമത്തിൻ്റെ മദ്ഹർ മജ്ല എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആ നാമത്തിൻ്റെ പ്രകടനമാണ് ഔലിയായിലൂടെയും അംബിയായിലൂടെയും മലക്കുകളുടെയും സംഭവിക്കുന്നത്. ആ മലക്കുകളിലൂടെ അംബിയായിലൂടെ അതുപോലെ കാമിലീങ്ങളായ ഔലിയായിലൂടെ ഹിദായത്താണ് നടക്കുക. ഒരു വലിയ ആ വലിയ കാമിലായ വലിയൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് സംശയം വരുന്ന എന്തെങ്കിലും സംഭവിച്ചാൽ ആ വലിയനെ ഒരാൾ അനുകരിക്കുകയും ചെയ്തു, പക്ഷേ ആ അനുകരിച്ച വ്യക്തി ഒരിക്കലും പയക്കുകയില്ല, ഹിദായത്ത് നഷ്ടപ്പെട്ട് ദലാലത്തിലേക്ക് എത്തും. ആ കാമിലായ വലിയാവുമ്പോൾ ആ വലിയൻ്റെ ഭാഗത്തുനിന്ന് സംശയാത്മകമായി വാക്കുകളോ പ്രവൃത്തികളോ കണ്ട് ആ വലിയനെ ഒപ്പം കൂടിയ വ്യക്തി, നമുക്ക് പറയാം ആ മനുഷ്യന് കൂടിയത് ആ മനുഷ്യൻ പയച്ചുപോയി, ഇല്ല, ആ മനുഷ്യൻ പയക്കൂല, അദ്ദേഹത്തിന് ഈമാൻ സലാമത്താവും. അതുകൊണ്ട് കാമിലീങ്ങളായ ഔലിയായി അംബിയായി മലക്കുകൾ അവരൊക്കെ ഹാദി എന്ന് പറയുന്ന അൽ ഹാദി, ഹിദായത്ത് നൽകുന്നവൻ എന്ന, എല്ലാവർക്കും ഹിദായത്ത് നൽകുന്നവൻ എന്ന അള്ളാഹുവിൻ്റെ ആ തിരുനാമം, ആ തിരുനാമത്തിൻ്റെ തജല്ലികളാണ്, പ്രകടനങ്ങളാണ് ഔലിയാക്കന്മാരും അംബിയാക്കന്മാരും മലക്കുകളും. വശൈത്വാനു പിശാച്ച് മദ്ഹറുസ്മിൽ മുളില്ലി, അള്ളാഹു താലാന്റെ ഒരു തിരുനാമം തന്നെയാണ് മുളില്ലി. പയക്കാനുള്ളവർ പയക്കന്നെ വേണം, ആരെ പയപ്പിക്കും വേണം. അള്ളാഹു താല പയച്ചവർ എന്ന് അള്ളാഹുവിൻ്റെ അറിവിലുള്ള ആളുകൾ, അള്ളാഹു നേരത്തെ അറിഞ്ഞു വെച്ച അറിവിന് മാറ്റല്ല. നമുക്കറിയൂല അള്ളാഹു താലാന്റെ മുൻ അറിവ്, അള്ളാഹുവിൻ്റെ പഴയ അറിവ്, ഖദീമായ അറിവ്. ആ അറിവില് അള്ളാഹു താല അറിഞ്ഞു വെച്ചിട്ടുണ്ട് ആ മനുഷ്യന് പയച്ച ആളാണ്. അപ്പൊ ആ മനുഷ്യനെ പയവിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അപ്പൊ അള്ളാഹുവിന്റെ ഇസ്മാണ് മുളില്ല്, യഹ്ദീ മൻ യശാഉ യുളില്ലു മൻ യശാഉ. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് നൽകും, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ലലാലത്ത്. അള്ളാഹുവിന്റെ തിരുനാമമാണ് മുളില്ല്. ലലാലിന്റെ അവകാശികൾക്ക് ലലാല്, പിയവ്, ലലാല് നൽകുക. ആ മുളില്ലി എന്ന് പറഞ്ഞ ഇസ്മിന്റെ തജല്ലിയാണ്, അതിന്റെ പ്രകടനമാണ് പിശാച്ചിലൂടെ നടക്കുന്നത്. അത് രണ്ടും വൈരുദ്ധ്യ. ഇരുള് പകൽ എന്ന് പറയുന്നത് പോലെ, ഇരുള് പ്രകാശം എന്ന് പറയുന്നത് പോലെ രണ്ടും വൈരുദ്ധ്യ. പ്രകാശവും ഇരുളും ഒരു സമയത്ത് ഒരുമിച്ച് കൂടൂല എന്നല്ല, ഇരുളുള്ള ഭാഗത്തേക്ക് പ്രകാശം വന്നാൽ ഇരുള് തടിയെടുക്കും, അപ്രത്യക്ഷമാവും. പിശാച്ചുള്ള ഭാഗത്തേക്ക് ഒരു നൂറുള്ള മഹാന്, മലക്കോ നബിയോ വലിയോ നൂറ് കാമിലായ മഹാന് വന്നാൽ പിശാച്ച് ഓടും, പിശാച്ച് തടിയെടുക്കും, പിശാച്ചിന് അവിടെ നിൽക്കാൻ സാധിക്കൂല. അപ്പൊ അതുകൊണ്ടാണ് പിശാച്ചിന് ഒരു വലിയന്റെ പൂർണ്ണനായ ഒരു വലിയന്റെ രൂപത്തിൽ പോലും രൂപപ്പെടാൻ സാധിക്കൂല എന്ന് പറയാൻ കാരണം വഹുമാ ളിദ്ദാൻ, ഹാദി എന്ന് പറയുന്ന ഇസ്മും മുളില്ലി എന്ന് പറയുന്ന നാമവും രണ്ട് നാമങ്ങൾ പരസ്പരം വിരുദ്ധങ്ങളാണ്. വിരുദ്ധങ്ങൾ ഒരുമിച്ച് കൂടുകയില്ല. വളിദ്ദാനി ലാ യജ്തമിആൻ, വിരുദ്ധമായ രണ്ടെണ്ണം പരസ്പരം ഒരുമിക്കുകയില്ല. ഇനി നമുക്ക് എന്താണ് ഈ പറഞ്ഞ സെന്റൻസിന്റെ വിശദീകരണം എന്ന് പറയാം. ഉറക്കത്തിലും ഉണർവിലും മുത്തനബിന്റെ രൂപത്തിൽ പിശാച്ച് വരില്ലേ? എന്തുകൊണ്ട് വരില്ല? അതിനൊരു കാരണമുണ്ട്. എന്താണ് ആ പറഞ്ഞതിന്റെ വിവക്ഷ? യഥാർത്ഥ രൂപത്തിൽ വരില്ല എന്നാണോ? നമ്മൾ നേരത്തെ വിശദീകരിച്ചെങ്കിലും ഇവിടെ ഒന്നും കൂടെ പറയാം. ഉണക്കത്തിലും ഉണർവിലും വരില്ല എന്നാണല്ലോ പറഞ്ഞത്. അവിടെ നന്നായി വിശദീകരിക്കേണ്ടതുണ്ട്. കുറേ സഹോദരിമാരുടെ അടുത്ത് പിശാച്ച് ഇപ്പോൾ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. എന്നിട്ട് ഹറാമായ ചില സംഗതികൾ പറയുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ജിന്നാണ്, ശൈത്വാനാണ്. ബുർദ് ചൊല്ലി ഇരിക്കുന്ന സഹോദരി, സ്വലാത്ത് ചൊല്ലി ഇരിക്കുന്ന സഹോദരി, ഷൈഖൊന്നുമില്ലല്ലോ. ആ സഹോദരി അടുത്തേക്ക് ഞാൻ റസൂലുള്ളാഹി എന്നാണ്ട് പിശാച്ച് വരും. ആ പിശാച്ച് വേണ്ടാത്തതൊക്കെ ചെയ്യും, പറയും, റസൂലുള്ളാഹി എന്ന് വിചാരിക്കും. അപ്പൊ എങ്ങനെ ഇത് ഈ പറഞ്ഞത് എന്താ? ആ സംഭവിക്കുന്നത് എന്താ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു തആല ഉറക്കത്തിലും ഉണർവിലും അള്ളാഹു ഇസ്മത്ത് നൽകിയിട്ടുണ്ട്. എവിടെയാണ് ആ ഇസ്മത്ത് കൊടുത്തത്?
അള്ളാഹിൻ്റെ ഹബീബാണെന്ന് കാണുന്ന വ്യക്തിക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇസ്മത്തുണ്ട്. അത് അള്ളാഹിൻ്റെ ഹബീബാണെന്ന് കാണുന്ന വ്യക്തിക്ക് ഉറപ്പ് വന്നു, തോന്നല്ല, ഉറപ്പ് വന്നു. ആ ഉറപ്പ് വരല് ഉറക്കത്തിൽ ഉറപ്പ് വരല് എങ്ങനെ, ഉണർവിൽ ഉറപ്പ് വരല് എങ്ങനെ, രണ്ടും രണ്ടാണ്. അത് രണ്ടാണെന്ന് മനസ്സിലാക്കാത്തവർക്ക് വലിയ അബദ്ധം അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഉണർവിൽ അത് വലിയാണെങ്കിലും മലക്കാണെങ്കിലും നബിയാണെങ്കിലും ഒക്കെ ഉണർവിൽ ഒരു വ്യക്തിയെ ഉറപ്പ് വരല് ആ വ്യക്തിക്ക് പറയപ്പെടുന്ന യഥാർത്ഥ രൂപത്തിൽ കാണുമ്പോഴാണ് ഇത് ആ വ്യക്തിയാന്ന് ഉറപ്പ് വരില്ല. അപ്പം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉറക്കത്തിലല്ല ഉണർവിൽ കണ്ടു എന്ന് ഒരാൾക്ക് പറയണമെങ്കിൽ ആ മുത്തനബിയാന്ന് ഉറപ്പിക്കണമെങ്കിൽ മുത്തനബിക്ക് പറഞ്ഞിട്ടുള്ള എല്ലാ രൂപവും അവിടെ വേണം. മുത്തനബിൻ്റെ ഔസാഫുകളൊക്കെ വിശേഷണങ്ങളൊക്കെ ആ കാണപ്പെടുന്ന വ്യക്തിക്ക് വേണം. ഒരു കളറ് നിറം മാത്രം ഉണ്ടായാൽ പോരാ, മുഖഭാവം മാത്രം ഉണ്ടായാലും പോരാ, എല്ലാം വേണം. നിറല്ല മുഖഭാവമുണ്ട്, അങ്ങനെ ആയാലും പറ്റൂല. അപ്പൊ മുത്തനബിക്കുള്ള ആ യഥാർത്ഥ രൂപത്തിൽ വന്നാലേ ഉറപ്പാവുള്ളൂ, മുത്തനബിയാന്ന് ഉറപ്പാവുള്ളൂ. പറഞ്ഞതുകൊണ്ട് ഉറപ്പാവില്ല. ഉറക്കത്തല്ല നമ്മൾ പറയുന്നത്, ഉണർവിലാ പറയുന്നത്. ഉണർവിൽ ഞാൻ ഈ കണ്ടത് റസൂലുള്ളാഹി തന്നെയാണ് എന്ന് ഉറപ്പിക്കണമെങ്കിൽ ഒരാൾക്ക് എന്താവണം? റസൂലുള്ളാഹിയുടെ നടത്തുണ്ട്, റസൂലുള്ളാഹിയുടെ മുഖമുണ്ട്, റസൂലുള്ളാഹിയുടെ നൂറുണ്ട്. അങ്ങനെ ഒരാൾ ഉണർവിൽ റസൂലുള്ളാഹിനെ കണ്ടാൽ ഉറപ്പിക്കുക, ഞാൻ ഇപ്പം കണ്ടത് മുത്തനബിനെ ഉണർവിൽ കാണുകയാണെന്ന് ഉറപ്പിക്കുക. എന്തുകൊണ്ട്? അപ്പോഴേ ഒരാൾക്ക് ഉറപ്പ് വരുള്ളൂ. ഉണർവിൽ കാണുമ്പോൾ വേറെ ഏതോ ഒരു ചൊർക്കുള്ള മനുഷ്യൻ്റെ രൂപത്തിൽ മുത്തനബിനെ കണ്ടാലേ മുത്തനബിയാ അതിനെ ഉറപ്പിക്കല്. ഉറക്കത്തിൽ ഉണർവിൽ അത് ഉറപ്പിക്കാൻ കഴിയൂല. എന്നാൽ ഉറക്കം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഉണർവിൽ കാണുമ്പോൾ മുത്തനബി പറഞ്ഞിട്ടുള്ള അതേ രൂപത്തിൽ കണ്ടാലേ ഉറപ്പിക്കാൻ പറ്റൂ എന്ന് പറയുന്നത്. ഉറക്കത്തിൽ കണ്ടാലോ? ഉറക്കത്തിൽ കാണുമ്പോൾ ആ കണ്ടീഷൻ ഇല്ല. കാരണം ഉറക്കത്തിൽ ഒരു സാധനം നാം അതാണ് ഉറപ്പിക്കുന്നത്. അവിടെ നമുക്ക് നിയന്ത്രണം, നമ്മളെ നിയന്ത്രണമല്ല, അത് അള്ളാഹു ഏറ്റെടുത്തൊരു നിയന്ത്രണമാണ് നമ്മുടെ ഉറക്കിനെ. അള്ളാഹു ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ അവിടെ ഔലിയാക്കന്മാർക്കും അവിടെ അത് പ്രവർത്തിക്കാൻ കഴിയും. അവർ കറാമത്തിലൂടെ അത് ഏറ്റെടുക്കാൻ കഴിയും. പിശാചിനും ഏറ്റെടുക്കാൻ കഴിയും. പക്ഷേ പിശാചിന് ആ കഴിവ് അള്ളാഹു തആല നിഷേധിച്ചു എന്നാണ് പറയുന്നത്. പിശാചിന് നമുക്ക് നാം കാണാത്തൊരു വസ്തുവിനെ, കാണാത്തൊരു വ്യക്തി ആ വ്യക്തിയാണെന്ന് ധരിപ്പിച്ച് ഉറപ്പിച്ച് കാണിച്ചു തരാൻ പിശാചിന് കഴിയും. പക്ഷേ അമ്പിയാക്കന്മാരും ഇവരൊക്കെ കാര്യത്തിൽ അത് വിലക്ക് കൽപ്പിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പിശാചിന് കഴിയൂല. അപ്പോൾ ഉറക്കത്തിൽ നാം ഒരു വ്യക്തിയെ ഉറപ്പിക്കുന്നത് ആ വ്യക്തിൻ്റെ ഒരു രൂപത്തിലും അല്ലെങ്കിലും അത് നമുക്ക് പരിചയമുള്ള ആളാണെങ്കിലും സംഭവിക്കും, പരിചയമില്ലാത്ത ആളാണ് സംഭവിക്കും. ചിലർ പറയും ഞാൻ ഇന്നലെ ഉമ്മാനെ സ്വപ്നം കണ്ടു, മരിച്ചുപോയ ഉമ്മാനെ സ്വപ്നം കണ്ടു. പക്ഷെ ഉമ്മാനെ ഞാൻ സ്വപ്നം കണ്ടത് കണ്ടപ്പോൾ ഉറപ്പ് ഉമ്മാനെ ഞാൻ സ്വപ്നം കാണുന്നത്, അവിടെ പറഞ്ഞതും മറുപടി പറഞ്ഞതും അവിടെ പ്രവർത്തിച്ചതും ഒക്കെ എനിക്ക് ഉറപ്പാണ് ഞാൻ ഉമ്മാൻ്റെ കൂടെയെന്ന്. പക്ഷെ ഉമ്മാനെ ഞാൻ സ്വപ്നം കണ്ടത് നമ്മളെ തൊട്ട അയൽവാസിയായ കുഞ്ഞാത്തൂൻ്റെ അതേ രൂപത്തിലാണ്. അതെന്തേനു? ഉമ്മാനെ ഞാൻ കണ്ടത് കണ്ടോ. അപ്പോൾ തൊട്ടടുത്തുള്ള വീട്ടിലുള്ള കുഞ്ഞാത്തൂൻ്റെ രൂപത്തിൽ ഉമ്മാനെ കാണുന്നുണ്ട്. പക്ഷെ സ്വപ്നം കാണുമ്പോൾ ഉറപ്പാണ് ഉമ്മാനെ ഞാൻ കാണുന്നത്. ഇതാണ് സ്വപ്നത്തിൻ്റെ അവസ്ഥ. സ്വപ്നത്തിൽ ഞാൻ ഇന്ന വ്യക്തിയെ കാണുന്നു എന്ന് ഉറപ്പിക്കാൻ ആ വ്യക്തിയുടെ രൂപമായിക്കൊള്ളണമെന്നില്ല. രൂപം അല്ലെങ്കിലും ഉറപ്പിട്ടു. കാരണം ഇനിയിപ്പോൾ യഥാർത്ഥ രൂപമായ ഉറപ്പ് കിട്ടിക്കൊള്ളണമെന്നില്ല. സ്വപ്നത്തിൽ മനസ്സിൽ ഉറപ്പ് വരിക എന്നുള്ളതാണ്. ചിലർ റസൂലുള്ളാഹിന്റെ രൂപത്തിലൊക്കെ സ്വപ്നത്തിൽ രൂപം കാണുന്നാലും ആ വ്യക്തിക്ക് സ്വപ്നത്തിൽ ഉറപ്പ് വരില്ല ഞാൻ റസൂലുള്ളാഹിനെ കാണുന്നത്. പിന്നെ സംശയമുണ്ട്. അങ്ങനത്തെ ആളുകളുണ്ട്, ഭാഗ്യമില്ലാത്ത ആളുകൾ. ഞാൻ റസൂലുള്ളാഹി തന്നെയാണോ കാണുന്നത്? എന്നാൽ ഇപ്പോൾ എവിടെയാണ് റസൂലുള്ളാഹിന്റെ ഖാത്തമുൻ നുബുവ? റസൂലുള്ളാഹിന്റെ പെരടിയിലൊരു ഖാത്തമുൻ നുബുവ ഉണ്ടല്ലോ, ഞാൻ അതൊന്ന് പരിശോധിച്ച് നോക്കട്ടെ. അങ്ങനെയൊക്കെ സ്വപ്നത്തിൽ വിചാരിക്കുന്ന സ്വപ്നത്തിലും ഭാഗ്യമില്ലാത്ത ആളുകളും ഉണ്ട്. റസൂലുള്ളാഹിന്റെ രൂപത്തിലൊക്കെ കണ്ടിട്ട് ഉറപ്പ് കിട്ടാത്ത ആളുകൾ. അപ്പോൾ കണ്ടിട്ട് സ്വപ്നത്തിൽ കാണുമ്പോൾ ഉറപ്പ് കിട്ടണം. സ്വപ്നത്തിലൊരു ഉറപ്പുണ്ട്, ആ ഉറപ്പ് കിട്ടണം. അങ്ങനെ ഉറപ്പ് കിട്ടിയ വ്യക്തിയാണോ എന്നാൽ അവൻ കണ്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. കാരണം ഒരാൾക്ക് അങ്ങനെ ഉറപ്പിട്ട് കഴിഞ്ഞാൽ ആ ഒരു രൂപത്തെ അല്ലാഹു തആല കാത്തിട്ടുണ്ട്, ഇസ്മത്താക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആരിഫീങ്ങൾ പറഞ്ഞത്, ഇമാം നവവിയെ പോലത്തെ ആരിഫും ആലിമുമായ ഇമാമിയങ്ങളും പറഞ്ഞു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വരുമ്പോൾ അത് മുത്തുനബി ആയിക്കൊള്ളണമെന്നില്ല, മുത്തുനബിൻ്റെ യഥാർത്ഥ രൂപം ആയിക്കൊള്ളണമെന്നില്ല. ഏത് രൂപത്തിലുമാവാം, ഏത് മനുഷ്യരൂപത്തിലുമാവാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലർ ആ പറഞ്ഞതിന് ഉണർവിലും ഏത് രൂപത്തിലും മുത്തുനബി മുത്തുനബിയാന്ന് പറഞ്ഞ ഉണർവിൽ വന്നാൽ അത് ഏത് രൂപമാണെങ്കിലും മുത്തുനബിയാന്ന് ഉറപ്പിക്കണം എന്ന് ചിലർ പറയുന്നുണ്ട്. ഇന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. അത് തെറ്റാണ്, അതും തെറ്റാണ്. എവിടെയും ഓവറാൻ പാടില്ല, രണ്ട് സൈഡും ഓവറാൻ പാടില്ല. ഖൈറുൽ ഉമൂരി ഔസത്തുഹ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഉള്ളത് പോലെ മനസ്സിലാക്കാന്നുള്ളതാണ്. നമ്മൾ ആരെയും മികഴ്ത്താനല്ല, ആരെയും അവഗണിക്കാനും അല്ല ഈ പറയുന്നത്.
നമുക്ക് അതിൻ്റെ ഇന്ന് ആവശ്യമില്ല. കിതാബുകളിലൊക്കെ ഉള്ളത് മഹാന്മാരൊക്കെ പറഞ്ഞു വെച്ച യാഥാർത്ഥ്യം വിശദീകരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണുമ്പോൾ മഹാന്മാരൊക്കെ പറഞ്ഞതുപോലെ 1,24,000 അംബിയാവിൻ്റെ രൂപത്തിലും വരാം, 1,24,000 എക്കാലത്തുമുള്ള ഔലിയാക്കളുടെ രൂപത്തിലുമൊക്കെ അള്ളാഹിൻ്റെ ഹബീബ് സ്വപ്നത്തിൽ വരാം. വന്ന രൂപം കാണുമ്പോൾ ഞാൻ അള്ളാഹിൻ്റെ ഹബീബിനെ കാണുന്നത് എന്ന് കാണുന്ന വ്യക്തിക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് അള്ളാഹിൻ്റെ ഹബീബിനെ തന്നെ കണ്ടത്, അവിടെ ഇഷ്കാലാക്കേണ്ട ആവശ്യമില്ല. മറ്റൊരു അഭിപ്രായം നേരത്തെ പറഞ്ഞല്ലോ, ഏത് യഥാർത്ഥ രൂപത്തിൽ കണ്ടാലേ സ്വപ്നത്തിലാണെങ്കിലും ഉറപ്പിക്കാൻ പറ്റുമെന്ന്. അതൊരു കൺഫ്യൂഷനിൽ നിന്ന് വന്നതാണ്. ഉണർവിൽ അങ്ങനെയല്ലേ, അപ്പോൾ സ്വപ്നത്തിലും അങ്ങനെ ആവണ്ടേ എന്ന് തെറ്റിദ്ധരിച്ചു പോയത് തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ടാണ് ഇമാം നവവിയും ഇമാം സുയൂത്തി ആ അഭിപ്രായത്തെ പറ്റി തെറ്റ് എന്ന് സൂചിപ്പിച്ചു, തെറ്റായ അഭിപ്രായമാണെന്ന് സൂചിപ്പിച്ചു അവരുടെ പ്രയോഗത്തിലൂടെ. അത് നാം നേരത്തെ വിശദീകരിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി, ഇന്ന് ചില സഹോദരിമാർ ഉറക്കത്തിൽ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തീരെ കാണാതെ തന്നെ ആദ്യം തന്നെ ഉണർവിൽ കാണുക, ഞാൻ റസൂലുള്ളാഹിനെ അങ്ങാണ്ട് വരിക. റസൂലുള്ളാഹിൻ്റെ എല്ലാ സ്വഭാവങ്ങളൊന്നുമില്ല, എല്ലാ യഥാർത്ഥ രൂപമൊന്നുമില്ല. എന്നിട്ട് ഈ സഹോദരിയെ തൊടുന്നു, ഈ സഹോദരിയെ സ്പർശിക്കുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ നാവുകൊണ്ട് പറയാൻ പറ്റാത്തതൊക്കെ സംഭവിക്കുന്നു. പിശാച്ചാണ്, ശൈത്വാനാണ്. അങ്ങനെ ഈ ശൈത്വാന് ഈ പെണ്ണിനെ വശീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണ് ഉറങ്ങുന്ന സമയത്തും ആ പെണ്ണ് സ്വന്തമായി ഒരു റൂമിൽ കഴിയുന്ന സമയത്തൊക്കെ ഈ പെണ്ണിൻ്റെ ചെറിയ അനുഭവത്തോടു കൂടെ ആ പിശാച്ച് ഈ പെണ്ണിനെ ദുരുപയോഗപ്പെടുത്തും. അത് പിശാച്ചിൻ്റെ പതിവാണ്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും തോന്നുന്ന ആളുകൾ ഉറപ്പിക്കുക, ഞാനിപ്പോൾ ഉള്ളത് പിശാച്ചിൻ്റെ ഒപ്പമാണ്, അതിൽ നിന്ന് പിന്മാറൽ അത്യാവശ്യമാണ്. തീരെ അങ്ങനെ റസൂലുള്ളാഹി സാധ്യതയില്ല എന്നല്ല ഞാൻ പറയുന്നത്, അത് നമ്മെ പോലത്തെ ആളുകൾക്ക് അത് സംഭവിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ആദ്യം ഉറക്കത്തിൽ കാണണം, എന്നിട്ട് പിന്നെ അങ്ങനെ കണ്ടാൽ എന്നെ സ്വപ്നത്തിൽ കാണുന്ന അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അക്കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ഉണർവിൽ റസൂലുള്ളാഹിൻ്റെ യഥാർത്ഥ രൂപത്തിലല്ലാതെ കണ്ടത് ഉറപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് ഉറപ്പിക്കാതിരിക്കലാണ് അവിടുത്തെ സൂക്ഷ്മത, അതാണ് അവിടുത്തെ മര്യാദ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാൾക്ക് ഇങ്ങനെ തോന്നും അള്ളാഹിൻ്റെ ഹബീബിനെ വല്ലാതെ മഹബത്ത് വെച്ച് ഇഷ്ക് വെച്ച്, ഞാൻ ഇപ്പോൾ മൗലിദ് ഓതുകയാണെങ്കിൽ ഞാൻ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ മുമ്പിലുള്ളത് ഞാൻ കാണുന്നുണ്ട്, അങ്ങനെയുള്ള മൗലിദ് ഓതുന്നുണ്ട്. അങ്ങനെ ഒരാൾ മൗലിദ് ഇങ്ങനെ മഹബത്തിൽ ഓതുകയാണെങ്കിൽ അവൻ്റെ കണ്ണ് അത് മറിഞ്ഞു പോകും, അല്ലെങ്കിൽ അവൻ്റെ കൽബോട് ഇങ്ങനെ അതിൻ്റെ മുമ്പിൽ അള്ളാഹിൻ്റെ ഹബീബ് ഉള്ളതുമായി തോന്നും. അത് കുറഞ്ഞ സമയത്ത് അവനിങ്ങനെ അള്ളാഹിൻ്റെ ഹബീബിനെ കാണുന്നത് പോലെ തോന്നും. അതൊരു കാഴ്ചയാണ്, അതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അത് ഉണർവിൽ കണ്ടു എന്ന് അങ്ങനെ അനുഭൂതിയുള്ള ആളുകൾ ചിലപ്പോൾ പറഞ്ഞാൽ ഉണർവിൽ കണ്ടു, അതും യഥാർത്ഥ ഉണർവിൽ കാണലല്ല. ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ തന്നെ ഔലിയാവ് മടവൂർ ഷെയ്ഖ് ഉണർവിൽ ഒരാൾ വന്നു, ഞാൻ മടവൂരാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഉറപ്പിക്കുക, മടവൂരിൻ്റെ യഥാർത്ഥ രൂപത്തിലല്ല കണ്ടത്. മടവൂർ തങ്ങളുടെ യഥാർത്ഥ രൂപം ഇന്നും മടവൂർ തങ്ങൾ വീട്ടിൽ ചെന്നാൽ കാണാൻ കഴിയും. അവിടെ മടവൂർ തങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, ഹാഫ് ഫോട്ടോ വെച്ചിട്ടുണ്ട്. മടവൂർ തങ്ങൾ എങ്ങനെയെന്ന് അധികം ആളുകൾക്കും അറിയാം. മടവൂർ തങ്ങളെ കോലൊന്നല്ല. മുമ്പൊരാളിഞ്ഞോട് അങ്ങനെ പറഞ്ഞു, മടവൂരാണ് എന്ന് പറഞ്ഞു. അയാളും പറയണത് മടവൂരാണ്, മടവൂർ തങ്ങളെ കോലൊന്നല്ല. അതെങ്ങനെ ഉറപ്പിക്കൽ? ആരിഫ്യങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. ആരിഫ്യങ്ങൾക്ക് ഇപ്പം മടവൂരിനെ പോലത്തെ കാമിലീങ്ങളായ ഔലിയാക്കന്മാർക്ക് രൂപം സ്വീകരിക്കാനും പല രൂപം സ്വീകരിക്കാനും കഴിയും. അപ്പോൾ ആരിഫ്യങ്ങൾക്ക് അറിയാൻ കഴിയും ഏത് രൂപത്തിലെന്നാലും ആരാ സാധനം എന്നറിയാൻ കഴിയും. സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് മടവൂരിൻ്റെ യഥാർത്ഥ രൂപത്തിലല്ലാതെ ഉണർവിൽ ഒരാൾ വന്നാൽ ഉറപ്പിക്കുക കഴിയൂല. ഒരിക്കലും പറഞ്ഞു നോക്കരുത് മടവൂരാണ്, മടവൂരിനെ കണ്ടു. മടവൂരിൻ്റെ യഥാർത്ഥ രൂപത്തിലല്ലെങ്കിൽ ഉറപ്പ് കേട്ട ആരിഫ് പറഞ്ഞെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് വന്ന മടവൂർ തന്നെയാണ് എന്നാൽ ഉറപ്പിക്കുക. എന്നാൽ മടവൂർ തങ്ങളെ ഒരാൾ സ്വപ്നത്തിൽ കാണുകയാണ്. സ്വപ്നത്തിൽ കാണുമ്പോൾ മടവൂരിൻ്റെ യഥാർത്ഥ രൂപത്തിലല്ലെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലും കാണുന്ന വ്യക്തിക്ക് ഉറപ്പായ മടവൂർ തങ്ങളെ ഞാൻ കാണുന്നത്, എന്നാൽ അത് ഏകദേശം ഉറപ്പിക്കാൻ പറ്റും, മടവൂർ തങ്ങളാന്ന് ഉറപ്പിക്കാൻ പറ്റും. അങ്ങനെയാണ്. അപ്പോൾ സ്വപ്നത്തിൽ കാണുന്നതും മുത്തനബിനെ വരെ അമ്പിയാക്കന്മാരൊക്കെ അങ്ങനെ തന്നെയാണ്, മലക്കുകളും അങ്ങനെ തന്നെ. സ്വപ്നത്തിൽ വരെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നതും ഉണർവിൽ കാണുന്നതും തമ്മിൽ സ്വപ്നത്തിൽ ഉണർവിലും വ്യത്യാസമുണ്ട്.
സ്വപ്നത്തിൽ വരുമ്പോൾ യഥാർത്ഥ രൂപ ആവണമെന്നില്ല, ഉണർവിൽ വരുമ്പോൾ യഥാർത്ഥ രൂപമായിരിക്കണം. പിന്നെ ചില പണ്ഡിതന്മാർ, ഇമാം മുളഫറുദ്ദീനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ശൈത്വാന് പ്രത്യക്ഷപ്പെടാത്ത രൂപം തന്നെയാണ് സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, നല്ല ഉപകാരപ്രദമായ മഴ ഉള്ള മേഘം. ഈ രൂപത്തിലൊന്നും പിശാച് വരൂല എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വലം യഖ്തലിഫു ഫീ ജവാസി സിഹ്ഹത്തി റുഅയല്ലാഹി തആല വലൗ അലാ സിഫാത്തിൽ ജുസ്മാൻ. അതും കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. ലിഇൽമി കുല്ലി ആഖിലിൻ ബി അന്നൽ മർഇയ ഗൈറു ദാതിഹി ബൽ തംസീലുൻ വ തൻബീഹുൻ ലിൽ അദ്ഹാൻ ഫലം യുംനഇ ശൈത്വാനു മിൻ തമസ്സുലിഹി ബിഖൗലി അനല്ലാഹുർ റഹ്മാൻ വഇൻ അളല്ല ബിഹി ജംഅൻ വബാഉ ബിൽ കുഫ്റാൻ വലം യഖ്തലിഫു ഫീ ജവാസി സിഹ്ഹത്തി റുഅയല്ലാഹി തആല. അല്ലാഹു തആലയെ സ്വപ്നം കാണാൻ പറ്റുമോ എന്നതിൽ പണ്ഡിതന്മാർക്ക് തർക്കമേ ഇല്ല. പറ്റും. അല്ലാഹു തആലാനെ സ്വപ്നം കണ്ടാൽ ആ സ്വപ്നം ശരിയാണ് എന്നതിൽ പണ്ഡിതന്മാർക്ക് തർക്കമേ ഇല്ല. വലൗ അലാ സിഫാത്തുൽ ജിസ്മാൻ, അത് സ്ഥൂല ശരീരമുള്ള രീതിയിലാണ് കണ്ടതെങ്കിലും അള്ളാഹുവിൻ്റെ ഒരു മനുഷ്യരൂപത്തിൽ ഒരാൾ സ്വപ്നം കണ്ടു. എന്നാലും അങ്ങനെ സ്വപ്നം കാണാം എന്നതിൽ തർക്കമില്ല. എന്താ കാരണം? എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുമ്പോൾ ആ സ്വപ്നം യഥാർത്ഥ രൂപത്തിലാവണോ ആവേണ്ടേ എന്നതിൽ തർക്കമുണ്ടാണ്. എന്താ രണ്ടും വ്യത്യാസപ്പെടാൻ കാരണം? എന്താ അങ്ങനെ വ്യത്യാസം വരാൻ കാരണം? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ രൂപത്തിൽ, പിന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു രൂപത്തിലും യഥാർത്ഥ രൂപത്തിലും വരൂല. മുത്തനബിയാണ് എന്നുള്ള അഡ്രസ്സിൽ കാണുന്ന വ്യക്തിക്ക് ഉറപ്പ് വരുന്ന രൂപത്തിൽ ഒരിക്കലും പിശാച് പ്രത്യക്ഷപ്പെടൂല. അത്രത്തോളം മുനസ്സഹാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബി പരിശുദ്ധനാണെന്നാണ് പറഞ്ഞത്. എന്താ മുത്തനബി അവിടെ പരിശുദ്ധനായത്? അങ്ങനെ പരിശുദ്ധനാണെങ്കിൽ റബ്ബുൽ ആലമീനായ അള്ളാഹു അല്ലേ പരിശുദ്ധനാവേണ്ടത്? അള്ളാഹു ഒരിക്കലും അള്ളാഹിൻ്റെ രൂപം സ്വീകരിച്ചുകൊണ്ട് പിശാച് അള്ളേ എന്ന് പറഞ്ഞ് വരൂല എന്നല്ല പറയേണ്ടത്. ഉറക്കത്തിൽ ഉണർവിലും വാസ്തവത്തിൽ എത്രയോ ഔലിയാൻ്റെ അടുത്തേക്ക് പിശാച് ഉറക്കത്തിൽ ഉണർവിലും പിശാച് ഞാൻ അള്ളാഹു ആണ് എന്ന് പറഞ്ഞ് ചെല്ലലുണ്ട്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിൻ്റെ ത്വരീഖത്തിൻ്റെ കാലത്ത്, ഹഖീഖത്തിൻ്റെ കാലത്തല്ല, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന് സുലൂക്കിൻ്റെ സമയത്ത് ഇങ്ങനെ അവർ അള്ളാഹുവിലേക്ക് വാസിലായിട്ടില്ല, പൂർണ്ണമായി വാസിലായിട്ടില്ല. അവരുടെ ചലനത്തിൻ്റെ സഞ്ചാരത്തിൻ്റെ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ പിശാച് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിലേക്ക് ഉണർവിൽ വന്നു. മുകളിലേക്ക് നോക്കുമ്പോൾ വായുവിൽ പിശാച് നിൽക്കുന്നുണ്ട്. ആ പിശാച് പറഞ്ഞു, ഞാൻ നിൻ്റെ റബ്ബാണ്, അള്ളാഹു ആണ്, അന റബ്ബുക്കാന്ന്, ഞാൻ നിൻ്റെ റബ്ബാണ്. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഹറാമുകളെല്ലാം ഞാൻ അനുവദിച്ച് തന്നിട്ടുണ്ട്, ഹലാലാക്കി തന്നിട്ടുണ്ട്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മേഖലയിലുള്ളത്, എന്നിട്ടല്ലേ എൻ്റെ ഹറാമ്? ഞാൻ ത്വരീഖില്ല, എൻ്റെ ത്വരീഖ് എവിടെ എത്തിയിട്ടില്ല. അപ്പൊ ശപിക്കപ്പെട്ടവനെ, നീ കുരുത്തം കെട്ടവനെ, നീ പോന്ന് പറഞ്ഞു മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന് മനസ്സിലായി ശൈത്വാൻ പിശാച് മാത്രമേ ആ വാക്ക് പറയുള്ളൂ. ആണ്ടോ? അപ്പൊ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിലേക്ക് പിശാച് പറയുകയും ചെയ്തു. ഇങ്ങനെ എത്രയോ ആളുകളെ ഞാൻ പരീക്ഷിച്ച് നോക്കിയാണ്, ഞാൻ പയപ്പിക്കാൻ നോക്കിയാണ്. കുറേ ആൾക്കാർ പയച്ചിട്ടുമുണ്ട്. നിങ്ങളേതാണ് സലാമത്തായിന്ന് പിശാച് മുഹീദ്ദീൻ ശൈഖിനോട് പറഞ്ഞ്. അപ്പോൾ പിശാച് കണ്ടില്ലേ, അള്ളാഹു ആണ്, റബ്ബാണ് എന്ന് പറഞ്ഞ് ചെന്നല്ലോ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിൻ്റെ അടുത്ത്. കാരണം ഉണർവിലും ഉറക്കത്തിലും വരാം. അതെന്താ? റബ്ബിൻ്റെ കാര്യത്തിൽ അങ്ങനെയും റസൂലുള്ളാഹിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ. അതിന് പ്രത്യേക കാരണമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുമായി ബന്ധമുണ്ട്. തൊട്ട് മുമ്പുള്ള പാരഗ്രാഫിൽ പറഞ്ഞ ആ വിഷയമാണ് അതിന് കാരണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മലക്കുകൾക്കും ഔലിയാക്കന്മാർക്കും അമ്പിയാക്കന്മാർക്കൊക്കെ മഅലൂമായ, നിർണിതമായ, പ്രത്യേകമായ ഒരു രൂപം അവർക്കൊക്കെ ഉണ്ട്. നബിൻ്റെ രൂപം, ഖുതുബുൽ ആലം മടവൂർ തങ്ങളുടെ രൂപം,
വേറെ ആര് രൂപമല്ല, അങ്ങനെ രൂപമുണ്ട്. പ്രത്യേകമായ അറിയാവുന്ന, അറിയപ്പെടാവുന്ന, നിർണിതമായ, സുനിശ്ചിതമായ ഒരു രൂപമുണ്ട് അവർക്കൊക്കെ. അതുകൊണ്ട് അവരുടെ ആ സുനിശ്ചിതമായ രൂപത്തിൽ പിശാച് പ്രത്യക്ഷപ്പെട്ടാൽ അവിടെ പ്രശ്നം ഉണ്ടാവും, കൺഫ്യൂഷൻ ഉണ്ടാവും. ഹാദി, ഹിദായത്ത് നൽകേണ്ട ആളുകളിലൂടെ, ഹാദി എന്ന് പറഞ്ഞ ഇസ്മിൻ്റെ പ്രകടനമായ ആളുകളിലൂടെ ലലാലത്ത് അവിടെ പ്രകടമാകേണ്ടി വരും. അതെങ്ങനെ? ഹാദി എന്ന് പറഞ്ഞ ഇസ്മിലൂടെ എങ്ങനെ ലലാലത്ത് പ്രകടമാകല്? ഒരു ലൈറ്റ് ഹൗസിലൂടെ എങ്ങനെയാണ് ഇരുളിങ്ങനെ പ്രസരിക്കല്? അത് സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് അവിടെ അത് വേണ്ടാന്ന് വെച്ചത്. അവർക്ക് സുനിശ്ചിതമായ രൂപമുള്ള ആളുകളാണ്. അള്ളാഹു താലാക്ക്, ബുദ്ധിയുള്ളവർക്കൊക്കെ അറിയാം, അള്ളാഹു താലാക്ക് അങ്ങനെ സ്ഥൂല ശരീരമുണ്ട്, അള്ളാഹു താലാക്ക് രൂപമുണ്ട്. അള്ളാഹു താലാക്ക് അങ്ങനെ അറിയപ്പെട്ട, എല്ലാവർക്കും മാലൂമ അങ്ങനെയാണ് അള്ളാഹു താല എന്നറിയപ്പെട്ട സുനിശ്ചിതമായ രൂപം ഉണ്ടോ? ഇല്ല. അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും ആളുകൾ, പ്രത്യേകക്കാരോ ഔലിയാക്കന്മാരോ സാധാരണക്കാരോ അങ്ങനെ വിശ്വസിച്ചാൽ അവർക്ക് പയച്ചുപോയില്ലേ? ഖബറിൽ ഏറ്റവും വലിയ ശിക്ഷ അങ്ങനെ വിശ്വസിച്ച ആളുകൾക്ക്. അള്ളാഹു താല സുനിശ്ചിതമായ രൂപമുണ്ട്, കയ്യും കാലും ഒക്കെ ഉണ്ട് അള്ളാഹു താല. അള്ളാഹു നമ്മളെപ്പോലെ തടിയുള്ളവനാണ്, സ്ഥൂല ശരീരമുള്ളവനാണ് എന്ന് മനസ്സിലാക്കിയവനല്ലേ പമ്പര വിഡ്ഢി. അള്ളാഹു അങ്ങനെ മനസ്സിലാക്കുന്ന എല്ലാവിധ രൂപങ്ങളിൽ നിന്നും അവയവങ്ങളിൽ നിന്നും പരിശുദ്ധനാണ് അള്ളാഹു. അപ്പോൾ അള്ളാഹു താലയുടെ ദാത്തുൽ മുഖദ്ദസ്, ആ ദാത്തുൽ മുഖദ്ദസ് പൂർണ്ണ പരിശുദ്ധിയിലാണെന്ന് ബുദ്ധിമാനികൾക്കൊക്കെ അറിയാം. അപ്പം പിന്നെ ആ പൂർണ്ണ പരിശുദ്ധിയിലുള്ള റബ്ബിൻ്റെ സുനിശ്ചിതമായ രൂപമല്ല ഈ രൂപമെന്ന് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് അവിടെ പിന്നെ പ്രശ്നമില്ലല്ലോ. മോശപ്പെട്ടതാണ് വന്ന് പറഞ്ഞതെങ്കിൽ ഉറപ്പിക്കുക ഇത് പിശാചാണ്, നല്ലതാണ് പറഞ്ഞതെങ്കിൽ ഇത് അള്ളാഹു താല എനിക്കൊരു സൂചന തരാമെന്ന് മനസ്സിലാക്കാം. ചിലര് അള്ളാഹുവിനെ മനുഷ്യൻ്റെ രൂപത്തിൽ സ്വപ്നം കാണും, നല്ലത് പറയും. നീ എപ്പോഴും ത്വാഅത്തിലായി മുഴുകണം, തെറ്റുകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം. ഇതൊരിക്കലും പിശാച് പറയൂല. പറയുകയാണെങ്കിൽ എൻ്റെ പിന്നിൽ വേറെ ഒരു കുതന്ത്രം വെച്ചിട്ടുണ്ടാവും അവനെ സ്വീപ്പാക്കാൻ. അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ എനിക്ക് റബ്ബ് എന്നോടുള്ള ഒരു പ്രത്യേക സ്പെഷ്യലായ ഉപദേശം സ്വപ്നത്തിൽ റബ്ബ് എന്നോട് തന്നതാണ്, ഒരു സൂചന തന്നതാണ് എന്ന് മനസ്സിലാക്കാം. മോശപ്പെട്ടതാ പറഞ്ഞതെങ്കിൽ അത് പിശാച്ചാന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് റബ്ബിൻ്റെ കാര്യത്തിൽ പിഴവില്ല. എന്നാൽ മുത്തനബിയുടെ യഥാർത്ഥ രൂപത്തിൽ, മുത്തനബി ആണെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലോ പിശാച്ച് വന്നാൽ അവിടെ കാണുന്ന വ്യക്തി പയക്കും. പറയുന്നത് വലം യഖ്തലിഫു ഫീ ജവാസി സിഹ്ഹത്തി റുഅയല്ലാഹി തആല വലൗ അലാ സിഫാത്തിൽ ജുസ്മാൻ. സ്ഥൂല ശരീരത്തിൻ്റെ വിശേഷണങ്ങളോട് കൂടെയാണെങ്കിലും അള്ളാഹുവിനെ സ്വപ്നത്തിൽ ദർശിക്കാമെന്നതിൽ ആർക്കും തർക്കമില്ല. ലിഇൽമി കുല്ലി ആഖിലിൻ, ബുദ്ധിയുള്ളവർക്കെല്ലാം അറിയാം, എല്ലാ ബുദ്ധിമാനികൾക്കും അറിയാം. ബിഅന്നൽ മർഇയ, കണ്ട രൂപം ഗൈറു ദാത്തിഹി, അള്ളാഹു തആലയുടെ സത്തയുമായി ബന്ധമില്ലാത്തതാണ്, അള്ളാഹുയുടെ സത്ത അല്ല എന്ന് കാണുന്ന വ്യക്തിക്ക് അറിയാം. ബൽ തംസീലുൻ, അത് ഉദാഹരിച്ചതാണ്. വതംബീഹുൻ ലിൽഅദ്ഹാൻ, ബുദ്ധികൾക്ക് ഉണർത്തലുമാണ് അത് എന്നറിയാം. ബുദ്ധികൾക്ക് ഉണർത്തലാണ് അതിലൂടെ സംഭവിക്കുന്നത് എന്നല്ലാതെ അത് യഥാർത്ഥ അള്ളാഹു തആലയുടെ ദാത്തല്ല, സത്തയല്ല. ഫലം യുംനഇ ശൈത്വാൻ, അതുകൊണ്ട് പിശാചിനെ വിലക്കപ്പെട്ടില്ല. മിൻ തമസ്സുലിഹി ബിഖൗലി അനല്ലാഹുർ റഹ്മാൻ, ഞാൻ റഹ്മാനായ അള്ളാഹു ആണ് എന്ന് പറഞ്ഞ് പിശാച് പ്രത്യക്ഷപ്പെടുന്നതിൽ നിന്ന്, രൂപപ്പെടുന്നതിൽ നിന്ന് അള്ളാഹു വിലക്കിയിട്ടില്ല. പിശാച് അങ്ങനെ വന്ന് രൂപപ്പെടുന്നത് മോശപ്പെട്ട പയപ്പിക്കാൻ വേണ്ടിയാണ്. പഴവിലേക്കാണ് ഇത് പോകുന്നത് എങ്കിൽ ഇത് അള്ളാഹു അല്ലാന്ന് ബുദ്ധിയുള്ളവർക്ക് ഉറപ്പിക്കാലോ. വൈൻ അളല്ല ബിഹി ജമാൻ, പക്ഷെ ഞാൻ റഹ്മാനായ അള്ളാഹു ആണ് എന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ട് പിശാച് സ്വപ്നത്തിലോ ഉണർവിലോ പ്രത്യക്ഷപ്പെട്ട് എത്രയോ ആളുകളെ പയപ്പിച്ചിട്ടുണ്ട് കേട്ടോ. വബാഉ ബിൽ കുഫ്രാൻ, അവർ കാഫിറായി ചത്തുപോവുകയും ചെയ്തിട്ടുണ്ട്. അതാണ് എറിയ വലികളും ഈ ബഹറിൽ മുങ്ങിയിട്ട് ഈമാനും തെറ്റി മൗത്തായെന്ന് ചൊന്നോവർ. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഅരിഫത്തിൻ്റെ വിലായത്തിൻ്റെ ഒക്കെ
സാഗരത്തിലൊക്കെ മുങ്ങിയിട്ടുണ്ട്. പക്ഷേ അവർ അവസാനം ഈമാൻ തെറ്റി മരിച്ചുപോയി. അതിങ്ങനെ എന്തോ അദബുകേട് സംഭവിക്കുമ്പോഴാണ് അങ്ങനെ മരിച്ചു പോകുന്നത്. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.